വെൽക്കം ബാക്ക് ടു സസ്വെൽ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മന്തി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് മന്തി റെസിപ്പിയിലോട്ടൊക്കെ കിടക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇടാം. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സ്പൈസസും പിന്നെ നമ്മുടെ മന്തി മസാല, പെപ്പർ പൊടിയുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കാണിച്ചു നമുക്ക് ഇതെല്ലാം ഇതിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ടൊക്കെ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഞാൻ ഇതിലോട്ടൊക്കെ ഉള്ളി, ക്യാപ്സിക്കോ, ക്യാരറ്റ്, തക്കാളി, പുതിനയില, മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കൊടുക്കാം. ഇത് സൺഡേ ആണ് ഗൈസ്, അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. മന്തി ആക്കാം ഗൈസ്. അപ്പം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിലോട്ടൊക്കെ. എന്നിട്ട് ഇതിനെ നല്ലോണം മിക്സാക്കി കൊടുക്കണം ഗൈസ്. നല്ലോണം മിക്സാക്കാം നമുക്ക്. ഈ മിക്സാക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. കാരണം ഇത് മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുക്കും, ചിലപ്പോൾ ഉപ്പ് കൂടിക്കും. ഇതെല്ലാം നമുക്ക് നല്ലോണം മിക്സാക്കി കൊടുക്കാം ഗൈസ്. അടിപൊളി പീസസ് ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ചത്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ടേക്ക് കിടക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഇതാ നമ്മൾ അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ഇതിങ്ങനെ കുക്കാവാൻ വെക്കാം ഗൈസ്. നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ട് അടുപ്പിലോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് സ്പൈസസും പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മന്തി മസാല ഇട്ടിട്ടുണ്ട്. ഇതൊരു 90% വെന്താൽ നമുക്കിതിനെ ഊറ്റിയെടുക്കാം. അപ്പം നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഫസ്റ്റ്. അങ്ങനെ നമ്മൾ റൈസ് ഇതാ കുക്കായിട്ടുണ്ട്. നമുക്ക് ഊറ്റിയെടുക്കാം. ഗൈസ് നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ നമ്മളെ ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടൊക്കെ നമുക്ക് റൈസ് ഇട്ടിട്ട് ദം ഇട്ട് കൊടുക്കാം ഗൈസ്. അങ്ങനെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ചിക്കനിൽ നിന്ന് എടുത്ത കുറച്ച് ഓയിലാണ്. നമ്മൾ ചിക്കൻ വേവിച്ചതിൽ ഓയിൽ ഉണ്ടായിട്ട് ആ ഓയിൽ. പിന്നെ ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് ഓപ്ഷണലാണ്. കുങ്കുമം പാലിലിട്ടതാണ്, ഓപ്ഷണലാണ്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം ഗൈസ്. പിന്നെ നമ്മൾ വീണ്ടും ആ ഓയിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ കുങ്കുമം പാലിട്ട് നമ്മൾ ഇടുന്ന ഓപ്ഷണലാണ്, അത് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഗൈസ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ദം ഇട്ട് കൊടുക്കാം ഗൈസ്. നമ്മൾ സ്മോക്കിന് വേണ്ടിയിട്ട് ഇതാ ചാർക്കോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമുക്കിതിനെ മൂടാം. സ്മോക്ക് എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഗൈസ്, നല്ല സ്മോക്കി ആവാൻ. ഇതൊരു ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ എല്ലാം ഹോൾസും അടച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഗ്യാസ് സ്റ്റൗവിൽ ഒന്ന് വെക്കാം. ഇതിലോട്ടൊക്കെ നമ്മൾ പച്ചമുളകും വെച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം ഗൈസ്. നമ്മുടെ മന്തി ഇത് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെയൊക്കെ കൂട്ടാൻ ഇവിടെ ഒരു ചട്നി എന്ത് വേണം കിട്ടിയതിന്. പിന്നെ മയോണൈസ് ഗൈസ്. സോഹനൊക്കെ അവിടെ റെഡി ആയിരിക്കണം. അപ്പം നമുക്കിതിനെ പ്ലേറ്റിലോട്ടേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ചാർക്കോൾ എടുത്ത് മാറ്റാണ്. നമ്മളിതിനെ പച്ചമുളകൊക്കെ എടുത്ത് മാറ്റാം ഗൈസ്. അപ്പോൾ അതിനെ നമുക്കിതിനെ പ്ലേറ്റിലോട്ടൊക്കെ സെർവ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇനി അടുത്തൊരു ഫുഡ് റെസിപ്പി വ്ളോഗായിട്ട് എപ്പം വരാം. അപ്പോൾ ഇതുവരേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.